നമസ്കാരം. നമ്മുടെ ഒരു പഠിതാവിന്റെ ചോദ്യമാണ്. വളരെ വ്യാപകമായിട്ട് ഈ റംസാൻ വ്രത അനുഷ്ഠാന കാലത്ത് ഹിന്ദുക്കൾ വ്രതമെടുക്കുന്നു. ഹിന്ദുക്കൾ റംസാൻ വ്രതം എടുക്കേണ്ടതുണ്ടോ? ഒരു കാരണവശാലും ഇസ്ലാം മത വിശ്വാസപ്രകാരമുള്ള റംസാൻ വ്രതാചരണം ഹിന്ദുക്കൾ എടുക്കേണ്ടതില്ല, അത് പാടുമില്ല. അത് വിശ്വാസപരമായിട്ട് എതിരാണ്. കാരണം ഇസ്ലാം മതത്തിന് അതിൻ്റെതായ വിശ്വാസങ്ങളും ചട്ടവട്ടങ്ങളും രീതികളും ഉണ്ട്. ക്രിസ്ത്യാനികൾക്ക് അവരുടേതായ വിശ്വാസങ്ങളും ആചാരങ്ങളുമുണ്ട്. ഹിന്ദുക്കൾക്കും ഇതുപോലെ ആചാരങ്ങളും വിശ്വാസങ്ങളുമുണ്ട്. അതായത് ഇതര മതങ്ങൾ, ആ മതങ്ങളുടെ ആചാരങ്ങളെയല്ല ഹിന്ദു പിന്തുടരേണ്ടത്, അവന്റെ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയുമാണ്. ഇപ്പൊ ഈ റംസാൻ വ്രതം എടുക്കുന്ന മിക്കവാറും കുട്ടികൾ, കോളേജ് വിദ്യാർത്ഥികളൊക്കെ ഹിന്ദു എന്ന വാക്കിന്റെ അർത്ഥം പോലും അറിയാത്തവരായിരിക്കും. മതമെന്ന കോളത്തിൽ ഹിന്ദു എന്ന് പൂരിപ്പിക്കുകയും തന്റെ ധർമ്മത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ പരിശ്രമിക്കാതിരിക്കുകയും ഇസ്ലാമിന്റെ റംസാൻ വ്രതത്തിൽ ആകൃഷ്ടരാകുകയും അവരുടെ പറഞ്ഞുധരിക്കുകയൊക്കെ ചെയ്യുന്ന വികലമായ വീക്ഷണം വെച്ച് പുലർത്തുന്ന കുട്ടികൾ നമ്മുടെ സമാജത്തിൽ വ്യാപകമാണ്. പ്രഥമമായ കാര്യം അവരുടെ കുടുംബത്തിൽ നിന്ന് അവർക്ക് ആവശ്യമായ ക്ലാസ്സുകൾ കൊടുക്കുക എന്നുള്ളതാണ്. മിക്കവാറും ഈ കുട്ടികൾ കമ്മ്യൂണിസ്റ്റ് വീടുകളിൽ നിന്ന് വരുന്നതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് വീടുകളിൽ നിന്ന് ഹിന്ദുക്കൾ കേട്ട് വളരുന്നത് ഹിന്ദുക്കൾ ഒന്നിനും കൊള്ളില്ല എന്ന രീതിയിലാണ്. അതുകൊണ്ട് ലവ് ജിഹാദ് ട്രാപ്പിൽ പെട്ടുപോയ 80% ഹിന്ദു പെൺകുട്ടികളും കമ്മ്യൂണിസ്റ്റ് വീടുകളിൽ നിന്ന് വരുന്നവരാണ്. അവർ മുസ്ലിമിനെ എതിർക്കില്ല, ക്രിസ്ത്യാനിയെ എതിർക്കില്ല, അവർ എന്നും ഹിന്ദുവിനെ എതിർത്തുകൊണ്ടിരിക്കും. ഹിന്ദുവിന്റെ രാമനും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല എന്ന് SFIക്കാരൻ ഹിന്ദു വിദ്യാർത്ഥികളെ പറഞ്ഞു പഠിപ്പിക്കും. എന്നാൽ യേശുവിനെ, മുഹമ്മദിനെ കുറിച്ച് അവരൊന്നും പറയാറുമില്ല. അപ്പൊ നമ്മൾ ഇസ്ലാമിനും ക്രിസ്ത്യാനിക്കോ ജൂതനോ പാഴ്സിക്കോ ആർക്കും എതിരല്ല. അവരുടെ എല്ലാ ആചാരങ്ങളും വിശ്വാസങ്ങളും എല്ലാം ഭംഗിയായിട്ട് നടന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ അവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും ധർമ്മത്തിനും സത്യത്തിനും വിരുദ്ധമാവരുത്, അത് ഹിന്ദുവിന്റെ നിലനിൽപ്പിനും വിരുദ്ധമാവരുത് എന്ന ആശയം മാത്രമേ നമ്മൾ അവരോട് പറയാറുള്ളൂ. ഇസ്ലാം മത വിശ്വാസപ്രകാരം വർഷത്തിൽ 1 മാസം അവർക്ക് വ്രതാനുഷ്ഠാനമാണ്. രാവിലെ 5 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ഭക്ഷണം കഴിക്കാതെ, വെള്ളം കഴിക്കാതെ അവരെ ആ ഉപവാസത്തെ അനുഷ്ഠിക്കുന്നു. നല്ല കാര്യമാണ്. അവരെ സംബന്ധിച്ച് ഈ ആചാരത്തെ അവർ തുടരണം. എന്നാൽ ഹിന്ദുവിന് ഞായറാഴ്ച മുതൽ ശനിയാഴ്ച വരെ വ്രതമുണ്ട്, ശിവരാത്രി വ്രതമുണ്ട്, നവരാത്രി വ്രതമുണ്ട്. ഇതെന്താണ് വ്രതങ്ങൾ? വ്രതങ്ങൾ മനുഷ്യനെ ആധ്യാത്മികമായി ശുദ്ധീകരിക്കുവാനുള്ളതാണ്. അപ്പൊ ശരീരത്തിന് വിശ്രമം കൊടുക്കുക. അപ്പൊ മലയാളികളായ നമ്മൾ ഒരുപാട് നേരം ഭക്ഷണം കഴിക്കുന്നവരാണ്. ഈ ഭക്ഷണത്തിന് വിശ്രമം കൊടുക്കുക. ഇപ്പൊ റംസാൻ വ്രതത്തിന്റെ ഒരു കുഴപ്പം, 5 മണിക്ക് മൂക്കുമുട്ടെ തിന്നുകയും, ഞങ്ങളുടെ നാട്ടിലൊക്കെ നല്ലൊരു ശതമാനം ആളുകൾ അങ്ങനെയാണ്, 6 മണി വരെ പട്ടിണി കിടക്കുകയും 6 മണിക്ക് ശേഷം വീണ്ടും പുലരും വരെ ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് ബേബി മെമ്മോറിയൽ, മിംസിലൊക്കെ ചില ഡോക്ടേഴ്സ് ഞങ്ങളോട് സ്നേഹ സംഭാഷണങ്ങൾ പറയാറുണ്ട്. ഈ റംസാൻ വ്രതം കഴിയുന്നതോടുകൂടി ഞങ്ങൾക്ക് ചാകരയാണ് എന്ന് പറയാറുണ്ട് അവര്. കാരണം അത്രയും രോഗികൾ വരും. അപ്പൊ റംസാൻ വ്രതാനുഷ്ഠാനം അനുഷ്ഠിക്കുമ്പോൾ ഇസ്ലാമിക സഹോദരങ്ങൾ പാലിക്കേണ്ട ഭക്ഷണ നിയമങ്ങൾ പാലിക്കണം. അമിതമായ ഭക്ഷണം എപ്പോഴും അപകടകരമാണ്. പ്രത്യേകിച്ച് ഇറച്ചി കൂടുതലായിട്ട് രാവിലെ എഴുന്നേറ്റ് 5 മണിക്ക് ഇറച്ചി കഴിക്കുന്നതൊക്കെ നമ്മുടെ ശരീരത്തിന് ശീലമില്ല. 11 മാസക്കാലം ഇല്ലാത്തൊരു ശീലം 1 മാസം വരുമ്പോൾ ശരീരം അതുകൊണ്ട് വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടും. എന്നാൽ വ്രതങ്ങൾ വളരെ നല്ലതാണ് താനും. അപ്പൊ ഇവിടെയാണ് ഹിന്ദു കുട്ടികൾ ഇതൊരിക്കലും ചെയ്യാൻ പാടില്ല. ശ്രേയാത് സ്വധർമ്മോ വിഗുണ പരധർമാത് സ്വനിഷ്ഠിതാൻ സ്വധർമ്മേ നിധനം ശ്രേയം പരധർമ്മോ ഭയാവഹ എന്നൊരു ശ്ലോകം ഭഗവത്ഗീതയിലുണ്ട്. അവനവന് ശ്രേയസ് ഉണ്ടാക്കുന്നത് അവനവന്റെ ധർമ്മമാണ്, അവനവന്റെ ആശയങ്ങളും ആദർശങ്ങളുമാണ്. അപ്പൊ ഒരു ഹിന്ദു എപ്പോഴും നല്ല ഹിന്ദു ആയിരിക്കണം, ഒരു ക്രിസ്ത്യാനി എപ്പോഴും നല്ല ക്രിസ്ത്യാനി ആയിരിക്കണം, ഒരു ഇസ്ലാം ഏറ്റവും നല്ല ഇസ്ലാമായിരിക്കണം. അപ്പൊ അവന്റെ വിശ്വാസങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ആ രീതിയിൽ ജീവിക്കണം. പകരം ഇസ്ലാമിന്റെ വ്രതാനുഷ്ഠാനം ചെയ്യുക, അവന്റെ വേഷങ്ങൾ ധരിക്കുക, അവന്റെ ഭക്ഷണം കഴിക്കുക. ഇസ്ലാം, നിങ്ങൾ ഏത് പ്രതിസന്ധിയിലും ഇസ്ലാം പന്നിമാംസം ഭക്ഷിക്കാറുണ്ടോ? ഇസ്ലാം മത വിശ്വാസപ്രകാരം പന്നിമാംസം നിത്യനരകത്തിന് കാരണമാണ്. അതുകൊണ്ട് എവിടെ ചെന്നാലും, ക്രിസ്ത്യാനിയുടെ വീട്ടിൽ ചെന്നാൽ ഇസ്ലാം ഭക്ഷണം കഴിക്കാറില്ല. ഇപ്പൊ ഞങ്ങളുടെ ഇവിടെ വിലങ്ങാട് ഒരു സേവാ കേന്ദ്രം ഉണ്ടാക്കുമ്പോൾ അവിടെ കോൺക്രീറ്റ് വർക്കിന് വേണ്ടി 28ഓളം മുസ്ലിങ്ങൾ വന്നു, ബംഗാളികൾ. അപ്പൊ അവിടെ അവർക്കുള്ള ഭക്ഷണം വാങ്ങിയത് പന്നിമാംസം പാചകം ചെയ്യുന്ന ഒരു ഹോട്ടലിനാണെന്ന് മനസ്സിലാക്കിയപ്പോ അവരവിടുന്ന് പച്ചവെള്ളം പോലും പിന്നീട് കഴിച്ചില്ല. വൈകുന്നേരം വരെ കോൺക്രീറ്റ് ജോലികൾ ചെയ്തു, പക്ഷെ പച്ചവെള്ളം പോലും അവർ കഴിച്ചില്ല. എന്തുകൊണ്ട്? പന്നിയുടെ മാംസം പാചകം ചെയ്യുന്ന ഹോട്ടലിൽ നിന്ന് മുസ്ലിങ്ങൾക്ക് ഭക്ഷണം വാങ്ങി എന്നൊരൊറ്റ കാരണം കൊണ്ട്. അപ്പൊ അവരുടെ വിശ്വാസത്തിൽ ഒരു കടുക് മണിയുടെ അഡ്ജസ്റ്റ്മെന്റ് നടത്താൻ അവർ തയ്യാറില്ല. പക്ഷെ ഹിന്ദുക്കൾ, അറിവില്ലാത്ത ഹിന്ദുക്കൾ, മതേതരത്വം തലക്ക് പിടിച്ച ഹിന്ദുക്കൾ മുസ്ലിമിന്റെ വീട്ടിൽ പോയ മുസ്ലിം ആവും, ക്രിസ്ത്യാനിയുടെ വീട്ടിൽ പോയ കൊന്തയും ഈ പറയുന്ന എല്ലാം ഇട്ടിട്ട് അവർ ക്രിസ്ത്യാനിയാവും. അവിടെ പന്നി ബിരിയാണെങ്കിൽ പന്നി ബിരിയാണി തിന്നും. മുസ്ലിമിന്റെ വീട്ടിൽ പോയാൽ അവിടെ പശുവിനെ അറുത്ത് കൊടുത്താൽ അവൻ തിന്നും.
മുസ്ലിങ്ങൾക്ക് എങ്ങനെയാണോ പന്നി മാംസം അതുപോലെ നിഷിദ്ധമാണ് ഹിന്ദുക്കൾക്ക് ഗോമാംസം. മാംസാഹാരത്തിൽ നിന്ന് ഹിന്ദുക്കൾ എതിരല്ല, പക്ഷെ ഹിന്ദുക്കൾക്ക് ഈ ഗോമാംസം അത്രയേറെ നിഷിദ്ധമാണ്. അപ്പൊ ഈ കാര്യങ്ങളെ മനസ്സിലാക്കുക. നമ്മുടെ വീട്ടിലെ കുട്ടികൾ പല ഫാഷന്റെ പേരിലൊക്കെയാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ച് അവർക്ക് അറിവില്ല. ഈ രീതിയിൽ പെട്ടെന്നുള്ള വ്രതാനുഷ്ഠാനം അവരുടെ ശരീരത്തിന് ഗുണകരമല്ല. ഇസ്ലാമിനെ സംബന്ധിച്ച് വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് അവൻ ആ വ്രതാനുഷ്ഠാനത്തെ ചെയ്യുന്നത്. അപ്പൊ വിശ്വാസമുണ്ട്, പള്ളിയിൽ അവർ പകല് വിശ്രമിക്കാറുണ്ട്. അപ്പൊ അതിന്റെ ഒരു സിസ്റ്റം ഉണ്ട് അവർക്ക്. ഇത് കണ്ടിട്ട് ഹിന്ദു ചെയ്താൽ അവന്റെ ശരീരത്തെ അത് ബാധിക്കും. മാത്രമല്ല, നമ്മുടെ വിശ്വാസപ്രകാരം നമ്മൾ ക്ഷേത്രവിശ്വാസികളാണ്. ക്ഷേത്രവിശ്വാസത്തെ സംബന്ധിച്ച് അവർ വ്രതാനുഷ്ഠാനങ്ങൾ ശരീരത്തിന് ഏറ്റവും ദോഷകരമല്ലാത്ത രീതിയിൽ ഞായർ മുതൽ ശനി വരെ നമുക്ക് വ്രതാനുഷ്ഠാനങ്ങളുണ്ട്. ഒരു വെള്ളം കുടിക്കാത്ത വ്രതാനുഷ്ഠാനങ്ങൾ ഹിന്ദുവിന് വളരെ കുറവാണ്. കാരണം ശരീരം ജീവിക്കുന്നത് ജലത്തിലാണ്. ഈ ചൂടുകാലത്ത് വെള്ളം കുടിക്കാതിരുന്നാൽ അത് ശരീരത്തിനുണ്ടാക്കുന്ന ദോഷം വളരെ വലുതാണെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണ്. പക്ഷെ ഇസ്ലാം മത വിശ്വാസത്തിന്റെ ആ ആചാരങ്ങൾ ഒരിക്കലും നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല. അവർക്ക് ആ വിശ്വാസത്തെ ഉൾക്കൊണ്ടുകൊണ്ട് വെള്ളം കുടിക്കാതെ ഭക്ഷണം കഴിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയുന്നത് വളരെ വളരെ നല്ലതാണ്. അവരെ വിശ്വാസത്തെ സംബന്ധിച്ച് അവരെ അതിൽ മുന്നോട്ട് കൊണ്ടുപോകട്ടെ. പക്ഷെ ഹിന്ദുക്കൾ ഈ കാപട്യത്തെ ചെയ്യരുത്. എന്താണെന്ന് അറിയാതെയുള്ള ഈ കാപട്യത്തെ ചെയ്യരുത്. എന്തിനാണ് റംസാൻ വ്രതം? എങ്ങനെയാണത് വന്നത്? അത് മുസ്ലിം അനുഷ്ഠിക്കുന്നതിന്റെ കാര്യം എന്ത്? അത് ഹിന്ദുവും ക്രിസ്ത്യാനിയും അനുഷ്ഠിക്കേണ്ടതുണ്ടോ? ഈ കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കി ചെയ്യണം. അല്ലാതെ അപരൻ ചെയ്യുന്നത് കണ്ട് അവരെ അങ്ങനെ തന്നെ ഫോളോ ചെയ്യുന്നത് മുമ്പേ നടക്കുന്ന ഗോവിന്റെ പിമ്പേ പോകുന്നു എന്ന് പറഞ്ഞ പോലെ വ്യക്തിത്വമില്ലായ്മ, അറിവില്ലായ്മ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഭൂഷണമാണെന്ന് പറയരുത്. റംസാൻ വ്രതം മുസ്ലിങ്ങൾക്കുള്ളതാണ്, അതൊരിക്കലും ഹിന്ദുവിനുള്ളതല്ല എന്ന് മനസ്സിലാക്കുക. നന്ദി, നമസ്കാരം.